മോഡൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? മോഡൽ 2018 മോഡൽ. 18 മോഡൽ 5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി എടുക്കുക. 545 ഈ വണ്ടി കൊണ്ടുപോകാം. അതിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രൈസ് ഡിസ്കൗണ്ട് മാക്സിമം നമ്മൾ ചെയ്തു തരാം. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കിലോമീറ്റർ ആണ്. എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 2022 മോഡൽ വണ്ടിയാണ്. ജസ്റ്റ് 3000 കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ തന്നെ. ഹിസ്റ്ററി കൊടുക്കാൻ പറ്റൂലേ? ഹിസ്റ്ററി എല്ലാം കൊടുക്കാം, എല്ലാം അവൈലബിൾ ആണ്. ഇതിന് കുറച്ച് മൈലേജ് കുറവായിരിക്കും. നിങ്ങൾക്ക് ഇതിലൊരു CNG ആഡ് ചെയ്ത് തരണമെങ്കിൽ ഇവരുടെ ഉത്തരവാദിത്തത്തിൽ വിത്ത് ഗ്യാരണ്ടി CNG ചെയ്ത് തരാം. നമ്മൾ ഇവിടെയുള്ള എല്ലാ പെട്രോൾ വണ്ടികൾക്കും നമ്മൾ CNG ചെയ്ത് കൊടുക്കും. നമ്മുടെ പുതിയൊരു സ്കീമാണത്. ശരിക്കും നല്ലൊരു പോളോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോളോ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എടുത്തോ. ഇത് ഫ്രണ്ടിൽ നോക്കിയാൽ പോളോയും ബാക്കിൽ നോക്കിയാൽ അമിയോയും ആണ്. പവറിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു വണ്ടി അല്ലേ? ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല പവർ ഉള്ള ഒരു വണ്ടിയാണ്. 1.6 അല്ലേ പറഞ്ഞേ? 1.6 ലിറ്റർ എഞ്ചിൻ വരുന്ന പെട്രോൾ അല്ലേ? സ്ത്രീകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. കാരണം എറണാകുളം പോലൊരു സിറ്റിയിലേക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ വന്ന് നിന്നിട്ട് ഒരു വീഡിയോ കാണുമ്പോൾ ഇപ്പൊ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും നമ്മുടെ കാർ24ന്റെ യാർഡാണ്. എറണാകുളത്ത് കാക്കനാടാണ് ഇവരുടെ ഈ ഒരു യാർഡ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 250 അധികം യൂസ്ഡ് കാറുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ വണ്ടിക്കും 250 വണ്ടിക്കും നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും. അതുപോലെ തന്നെ ഒരുപാടധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അതും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേയധികം ഓഫറുകളും അതുപോലെ തന്നെ വാറണ്ടീൻ്റെ പാക്കേജുകളും അങ്ങനെ ഒരുവിധം എന്താ പറയുക യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം ഓഫറുകളും ബെനിഫിറ്റുകളും കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാർ24. എന്തായാലും ആസ് യൂഷ്വൽ നമ്മുടെ കൂടെ ഇന്ന് രോഹിത് തന്നെ ഉണ്ട്. വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് പുതിയ വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ടോ? പുതിയ കിയ സോണറ്റ് കയറിയിട്ടുണ്ട്, പുതിയ ഒരെണ്ണം. പിന്നെ കുറെ കയറിയിട്ടുണ്ട്, കുറെ കാറുകൾ പുതിയത് കയറിയിട്ടുണ്ട്. അതായത് പിന്നെ വളരെ ലോ ബഡ്ജറ്റിൽ ഒരു 1.5 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം വരെയുള്ള വണ്ടികൾ ഇപ്പോൾ നിലവിലൂടെ അവൈലബിൾ ആണ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞത് 250 വണ്ടികൾ ഇവിടെ ഉണ്ട്. ഈ 250 അധികം വണ്ടികൾക്കും നിങ്ങൾക്ക് ഫുൾ ലോൺ ഒക്കെ കിട്ടും. പിന്നെ എന്താ സ്പെഷ്യൽ ഓഫർ എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ ഓഫർ വിഷുവിന്റെ ഒക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയായിരുന്നു ഉള്ളത്? നമ്മുടെ മെയിനായിട്ട് ഡിസ്കൗണ്ടുകൾ കുറെ കിടക്കുന്നുണ്ട്. 1 ലക്ഷത്തിനോ 1 ലക്ഷം 1.5 ലക്ഷത്തോളം ഡിസ്കൗണ്ടുകൾ വന്നിട്ടുണ്ട് മിക്ക വണ്ടികൾക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാറണ്ടികൾ 7 ദിവസം റിട്ടേൺ പോളിസി എല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പിന്നെ ടെസ്റ്റ് ഡ്രൈവിനുള്ള അവസരം തരും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം എന്തായാലും കൂടുതൽ പറയുന്നില്ല, ഞാൻ ഈ വണ്ടിയിൽ ഫസ്റ്റത്തെ വണ്ടി ഇത് തന്നെ കാണിച്ചു തരാം. അതുമൊന്നും തുടങ്ങാം കേട്ടോ. രോഹിത്, കിയ ഏതാ മോഡല്? ഇത് 2022 മോഡല് കിയ സോണറ്റ് ആണ്. സോണറ്റ്, അതെ. ഇത് HTK പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 1 ലിറ്റർ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെയാണ്. 1 ലിറ്റർ ടർബോ ആണോ? അതെ, 1 ലിറ്റർ ടർബോ വണ്ടിയാണ് വരുന്നത്. IMT ആണ് വണ്ടി. പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതെ. ഈ IMT എന്ന് പറയുന്നത് ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. അതായത് ക്ലച്ച് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ഗിയർ ഇട്ട് വണ്ടി ഓടിക്കണം. രസമാണല്ലേ? രസമാണ്. അത് ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് കേരള കാണാൻ തന്നെ നല്ല രസമാണ്. ഓടിക്കാനാണേലും നല്ല കംഫർട്ടാണ്. ഇത് സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് ഈ സീറ്റ് വെന്റിലേഷൻ പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അലോയ് വീൽസ് ഇല്ല. പിന്നെ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടാവും? ഇല്ല, മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫ്ലഡ് എഫക്റ്റഡ് എന്തായാലും ഉണ്ടാവും അല്ലേ? ചെറുതായിട്ട് എന്തെങ്കിലും കാണും, ചെറിയ സ്ക്രാച്ചസ് എന്തെങ്കിലും ഉണ്ടാവും. അതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആപ്പിൽ മെൻഷൻ ഉണ്ടായിരിക്കും. അതെ. പിന്നെ പറയാൻ മറന്ന ഒരു കാര്യം, കാർ24ന്റെ ആപ്പിന്റെ കാര്യമാണ്. ഓൾമോസ്റ്റ് 1 മില്യൺ പ്ലസ് 10 മില്യൺ ഇപ്പോൾ ഉണ്ടാവും. 10 മില്യൺ ഉണ്ടാവും. അതായത് 1 കോടിയിലധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ശരിക്കും കാർ24ന്റെ ആപ്പ്. ഇവിടെ കിടക്കുന്ന സകല വണ്ടികളും എനിക്ക് തോന്നുന്നു കാർ24ന്റെ ഓൾ ഇന്ത്യ നമുക്ക് UAE ലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രേലിയ, തായ്ലാന്റ്, അങ്ങനെ ദൂരേക്ക് പോകണ്ട. ഇപ്പൊ ഓൾ ഇന്ത്യ ലെവലിൽ ഏത് നാട്ടിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വണ്ടി എടുക്കണം. 10 മില്യൺ ഉണ്ടെന്ന് തോന്നുന്നു. അത് മൊത്തത്തിലുള്ള ഞാൻ പറഞ്ഞത്. അതെ. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ആപ്പ് ഉപയോഗിക്കാം. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സംസ്ഥാനത്താണെങ്കിലും എല്ലാവിധ സംസ്ഥാനങ്ങളിലും ഓരോ സംഭവം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്തും കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തല്ലോ, വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ട്രിവാൻഡ്രത്ത് ഓപ്പൺ ആയി. വൈകാതെ കാലിക്കട്ടും വരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പടർന്ന് സന്തോഷമുള്ള കാര്യമാണ്. എല്ലായിടത്തും വരട്ടെ, എല്ലാവർക്കും വണ്ടികളൊക്കെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഇതിന്റെ റേറ്റ് എത്രയാ? ഇതിന്റെ റേറ്റ് വരുന്നത് 9,37,000 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ചെറിയായിട്ട് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാം. 9,37,000 രൂപയ്ക്ക് 11/10/2022 രജിസ്ട്രേഷനിലുള്ള 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, പെട്രോൾ ആണ് വണ്ടി വരുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും, ഫുൾ ലോണും കിട്ടും, 1 രൂപ കയ്യിൽ നിന്ന് കൊടുക്കാം. ഹ്യുണ്ടായിൽ ഓട്ടോമാറ്റിക് വേരിയന്റിൽ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി നിയോസ് അല്ലേ? നിയോസ് ശരിക്കും ഏതാ മോഡല്? ഇത് 2019 മോഡൽ നിയോസ് ആണ്. 19 മോഡലാണ്. 19 ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇത് ആകെ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, പെട്രോൾ ആണ് വരുന്നത്. ഇത് സ്പോർട്സ് വേരിയന്റ് ആണ്. കപ്പ VT 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന പെട്രോൾ വണ്ടിയാണ്. ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ സെന്റർ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ അലോയ് വീല്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഹ്യുണ്ടായി സീരീസിൽ തന്നെ
തന്നെ നല്ല ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലേ? വണ്ടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിന്റെ കളറാണ് എടുത്തത്, ഒരു മെറൂണിഷ് കളറാണ് വന്നിരിക്കുന്നത്. സ്ത്രീകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. കാരണം എറണാകുളം പോലൊരു സിറ്റിയിലേക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ്. പിന്നെ AMT ആയതുകൊണ്ട് മോശമില്ലാത്ത മൈലേജും കിട്ടും. എന്താ പറയാ, വലിയ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലേ? പിന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴാണ് നല്ലൊരു പ്രീമിയം ഫിനിഷ് തന്നെയാണ് ഇന്റീരിയറിലേക്ക് വന്നിട്ടുള്ളത്. ലുക്കും കാര്യങ്ങളൊക്കെയാണ്, കളറാണേലും സീറ്റ് കവർ ഒക്കെ ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോയിലാണ് വന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ കാർ 24 നിങ്ങളൊരു വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടു തരും, ലോണും കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് ചെയ്തു തരും. അതുപോലെ തന്നെ വണ്ടീൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീട്ടിലിരുന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാർ 24 ആപ്പ് ഉണ്ട്, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അല്ലേ? ഒരു 120 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ നിങ്ങൾ ഇവിടെ ജസ്റ്റ് കാർ 24 ആപ്പിൽ ഇവരുടെ എന്താ പറയുക ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. അതുപോലെ തന്നെ നിങ്ങൾ ഇവരുടെ ഷോറൂമിലേക്ക് പോലും വരണ്ട ഇപ്പോൾ വണ്ടി എടുക്കാൻ. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറി. അതെ. അപ്പോൾ എന്തായാലും കാർ 24 ടോട്ടലി അപ്ഡേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഷോറൂം ട്രിവാൻഡ്രത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം ആ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ അവിടെ പോവാം. അവിടെ ആകെ 50 താഴെ വണ്ടികൾ ഇപ്പൊ നിലവിലുള്ളൂ, വൈകാതെ കൂടും. ബാക്കി 200ഓളം വണ്ടികൾ ഇപ്പൊ കൊച്ചിയിലാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ള വണ്ടി നോക്കാം, കൊച്ചിയിലുള്ള വണ്ടി നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ കൊച്ചിയിലുള്ള ഒരു വണ്ടിയാണ് നോക്കിയെങ്കിൽ പോലും ഇവർ വീട്ടിൽ കൊണ്ടുവരും. അതൊക്കെയാണ് ഏറ്റവും വലിയ ഗുണം. അപ്പോൾ എന്തായാലും ഇത് എന്താ വില വരുന്നത്? ഇതിന്റെ ഇവിടുത്തെ ശരിക്കുള്ള വില എന്ന് പറയുന്നത് 6,88,000 രൂപയാണ്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് വിഷുവിന്റെ ഒക്കെ ഓഫർ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 6,37,000 രൂപയ്ക്ക് വണ്ടി എടുക്കും. ഇപ്പൊ എടുക്കാം അല്ലേ? അത് നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും വണ്ടി എടുക്കും ഉറപ്പാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കും. നെഗോസിയേഷൻസ് എന്തായാലും ഉണ്ടാവും. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? കിലോമീറ്റർ 52,000 ഓടിയ സിംഗിൾ ഓണർ ക്ലീൻ വണ്ടി. ഒന്ന് നോക്കിക്കോളൂ. പവറിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു വണ്ടി അല്ലേ? ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല പവർ ഉള്ള ഒരു വണ്ടിയാണ്. 1.6 അല്ലേ പറഞ്ഞേ? 1.6 ലിറ്റർ എഞ്ചിൻ വരുന്ന പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ ആണ്. 1.6 പെട്രോൾ വരുന്ന വെർണയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നുന്നുണ്ട് അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. അത് ടോപ്പ് മോഡലാണ്. അതെ ടോപ്പ് മോഡലാണ്. അതെ ടോപ്പ് മോഡലാണ്. SX ആണ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക്കും കൂടെയാണ്. അതെ. ഓക്കെ, അതായത് കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും. സൺറൂഫ് അടക്കം വരുന്നുണ്ട്. ടോപ്പ് മോഡൽ വണ്ടിയാണ്. ഇത് ആകെ 43,000 വണ്ടി ഓടിയിട്ടുള്ളൂ. 43 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും മാത്രമേ ഒരു കുഴപ്പം വരുന്നുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. മോഡൽ വരുമ്പോഴത്തേക്കും 2018 മോഡലാണ്. 18 പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. സീറ്റ് വെന്റിലേഷൻ അടക്കമുണ്ട് കേട്ടോ. സീറ്റ് നമുക്ക് കൂളാക്കാൻ പറ്റും. നല്ല ജില്ലായിട്ട് യാത്ര ചെയ്യാം ചൂടത്തല്ലേ? അതെ ഉറപ്പായിട്ടും പെട്രോൾ ആണ്. പിന്നെ കാര്യമായിട്ടുള്ള ഇംപെർഫെക്ഷൻസ് ഒന്നും ഇതിന്റെ അകത്ത് പറയുന്നില്ല. അതെ പിന്നെ ആക്സിഡന്റിലും കാര്യങ്ങളൊന്നുമില്ല, റീപെയിന്റഡ് പാർട്സ് ഒന്നുമില്ല, ഫ്ലഡ് വണ്ടിയൊന്നും അല്ല, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്കേർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഒരു ചെറിയ സ്കേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലാക്ക് എന്തൊക്കെ പറഞ്ഞാലും വണ്ടി കാണാൻ പ്രത്യേകിച്ച് ഇപ്പത്തെ പുതിയ പറഞ്ഞാണെങ്കിൽ കാണാൻ ഒട്ടും വേണയില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ട് ഈ സെഗ്മെന്റ് എനിക്ക് ഭയങ്കര അല്ല എന്നെ സംബന്ധിച്ച് എനിക്കും ഇതാണ്. പുതിയ i20 ആണെങ്കിലും പുതിയ വെർണയാണെങ്കിലും ഒരു മെച്ചമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് എന്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ പലതായിരിക്കാം. പിന്നെ ഇതിപ്പോ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് ശരിക്കും ഇവിടുത്തെ പ്രൈസ് 10,38,000 രൂപ. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 10 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 10 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ, 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. 2018 മോഡൽ. 2018 ആണല്ലേ? ഓട്ടോമാറ്റിക് പെട്രോൾ ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. എന്തായാലും നോക്കിക്കോളൂ. 10 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ലോണിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് വരെ അവൈലബിൾ ആണ്. അതിപ്പോ നമ്മൾ പ്രൊഫൈലിലെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം നല്ല സിബിലും കാര്യങ്ങളൊക്കെ വേണം. വേറെ നല്ല ചിലവർ എങ്ങനെയാന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ ലോൺ കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് മാത്രം ഓടി വരുന്ന കുറെ പേരുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സീറോയിൽ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ശരിക്കും നല്ലൊരു പോളോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോളോ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എടുത്തോ. ഇത് ഫ്രണ്ട് നോക്കിയാൽ പോളോയും ബാക്ക് നോക്കിയാൽ അമിയോയും ആണ്. സംഭവം വണ്ടി അമിയോയാണ് കേട്ടോ. ഒരു ഡിക്കി സ്പേസ് എക്സ്ട്രാ വരുന്നുണ്ടെന്നേ ഉള്ളൂ. അത് മാത്രമല്ല പോളോനേക്കാളും നല്ല സ്പേഷ്യസ് ആണ് ഇന്റീരിയറും. പിന്നെ ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2019 മോഡൽ ട്രെൻഡ് ലൈൻ ആണ് വരുന്നത്. 19 ട്രെൻഡ് ലൈൻ 1 ലിറ്റർ എഞ്ചിൻ. ബേസ് മോഡൽ എന്നൊക്കെ വേണം ബേസ് മോഡൽ തന്നെ പറയാം. 1 ലിറ്റർ എഞ്ചിൻ ആണ് വരുന്നത്. മാനുവൽ ആണ് വണ്ടി. ഇതാകെ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കുറച്ച് ഓടിയിട്ടുള്ളൂ വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ്. കാര്യമായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കറക്റ്റ് ഹിസ്റ്ററി കിട്ടും. നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ഫോക്സ്വാഗൺ ഒക്കെ പെട്രോൾ എടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. ഒരു കുഴപ്പവും വരാനില്ല. ഡീസലിന് മാത്രമേ നോക്കി എടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. പെട്രോൾ നോക്കി എടുക്കാൻ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അതെ,
അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇംപെർഫെക്ഷൻസ് ഇപ്പം നോക്കുവാണെങ്കിൽ ഇല്ല ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ കാറിന് ഒരു ഇംപെർഫെക്ഷൻസ് ഇല്ലാന്നാണ് ആപ്പിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. എന്തായാലും നല്ല ക്ലീൻ വണ്ടി. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓടിയിട്ടുള്ളൂ, 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ വണ്ടി വേണ്ടവർ മിസ് ചെയ്യണ്ട കേട്ടോ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് 5,71,000 രൂപയാണ്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 5,30 കൊടുക്കാം. 5,30 വണ്ടി 2019 പോളോ ഒരിക്കലും നിങ്ങൾക്ക് 5,30 കിട്ടൂല. അല്ല പോളോ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ബഡ്ജറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. നോക്കുമ്പോ പക്ക പോളോന്റെ ലുക്കാണ് ഫ്രണ്ടിൽ. മാറ്റമില്ല ഉണ്ടെന്നുള്ളത് ചോദിച്ചാൽ വേറെ ഒരു മാറ്റവും ഇല്ല. എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാനുവൽ വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഒരു പുത്തൻ വണ്ടി, അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ കീലെസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഒരു ഹോണ്ട അമേസ് അല്ലേ? അതും നല്ലൊരു ഡാർക്ക് ഗ്രേ കളറാണ്, നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കിലോമീറ്റർ ആണ്. എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 2022 മോഡൽ വണ്ടിയാണ്. ജസ്റ്റ് 3000 കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ തന്നെ. ഹിസ്റ്ററി കൊടുക്കാൻ പറ്റൂലേ? ഹിസ്റ്ററി എല്ലാം കൊടുക്കാം, എല്ലാം അവൈലബിൾ ആണ്. ഫസ്റ്റ് ഓണർ വണ്ടി, 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 ഹോണ്ട അമേസ് 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന IVTEC VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. മാനുവൽ ആണ് വണ്ടി വരുന്നത്. ഇംപെർഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല. പക്ക ക്ലീൻ വണ്ടിയാണ്, നല്ല നീറ്റ് ആണ്. അതായത് ഒരു പോറൽ പോലും എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം. സീറ്റൊക്കെ ശരിക്കും സീറ്റ് കവർ ചെയ്തിട്ടില്ല. സീറ്റ് കവർ ചെയ്തിട്ടില്ല. പക്ഷെ അത് സീറ്റ് കവർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ചൂട് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് ക്ലോത്ത് മെറ്റീരിയൽ ഉള്ള സീറ്റ് എല്ലാം അങ്ങനെ തന്നെ വെക്കണത് എന്തുകൊണ്ടും നല്ലത്. സത്യമാണ്. റെക്സിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചൂടത്തെ വണ്ടി ഇട്ടിട്ട് പിന്നെ കയറുമ്പോൾ നമ്മുടെ മുതുകും വേറത്തെ ഒരു പരിവോ മുതുകും പിൻഭാഗം ഒക്കെ കൂടി വെന്ത് കിട്ടും. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ വെറും 3000 കിലോമീറ്റർ ഓടിയ നല്ല അടിപൊളി ഒരു അമേസ്, അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ എല്ലാവിധ ഫീച്ചേഴ്സ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ചെറിയൊരു മുമ്പത്തെ അമേസിനെക്കാളും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ. ഹെഡ്ലൈറ്റിന്റെ പോർഷൻ ആണെങ്കിലും കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ശരിക്കും ഇതിൽ വന്നിട്ടുള്ളത്. കമ്പനി അലോയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇതിന്റെ ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് 8,78,000 രൂപയാണ്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 8,65,000 രൂപയ്ക്ക് കൊടുക്കുക. 8,65,000 രൂപയ്ക്ക്. അത്ര വലിയ കൂടുതലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പുത്തൻ വണ്ടിയാണ്. അതും വളരെ എന്തായാലും വരുമ്പോഴത്തേക്ക് ഒരു 9,500 വരും. എന്തായാലും വരും ഓൺ റോഡ് വരുമ്പോഴത്തേക്ക്. കറക്റ്റ് അല്ല, ഏകദേശം കണക്കാട്ടോ പറഞ്ഞു. ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളൂ. നിങ്ങൾ കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഏത് വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതിപ്പോൾ എത്ര പുതിയതാന്ന് പറഞ്ഞാലും ഇതും ചെക്ക് ചെയ്യുക. രോഹിതിനെ കോൺടാക്ട് ചെയ്തോ, നല്ല പ്രൈസിൽ ഡിസ്കൗണ്ട് അടിച്ച് തരും. ഇതിപ്പോൾ നമ്മൾ ശരിക്കും നേരത്തെ അമിയോന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് കണ്ട ടിയാഗോ ആണെങ്കിലും ഇത് ടിഗോറാണ്. ടിക്കി വരുന്ന ഒരു വണ്ടിയാണ്. ടിയാഗോന്റെ ടിക്കി വരുന്ന വണ്ടി, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്ക് സീറ്റിൽ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിരിക്കും ആ ഒരു ലെങ്ത് വരുമ്പോൾ. പിന്നെ ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2020 മോഡല് XZ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. XZ പ്ലസ് എന്ന് പറഞ്ഞാൽ അന്നിറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. അന്നത്തെ ടോപ്പ് വണ്ടിയാണ്. അലോയിൽ എല്ലാ സാധനം വരും. കീലെസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടി. ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്നുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ആണെങ്കിലും മറ്റൊരു ഫാൻസി നമ്പർ തന്നെയാണ് വന്നേക്കുന്നത്. 3003 ഫാൻസി നമ്പർ തന്നെയാണ് വന്നേക്കുന്നത്. 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. മാനുവൽ ആണ് വണ്ടി. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഫ്ലഡ് എഫക്ട് വണ്ടി ഒന്നും അല്ല. കംപ്ലീറ്റ്ലി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ സീറ്റ് കവർ ആണെങ്കിലും കാണാൻ നല്ല ചെയ്തിട്ടുണ്ട്. അതെ, ആ ഒരു മെറൂണിഷ് ടൈപ്പ് കളറിൽ തന്നെ മെറൂണും ബ്രൗണും കൂടെയാണ് തോന്നുന്നത്. ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. 4 ടയർ പുത്തൻ ടയർ തന്നെയാണ്. 32 ഓടിയപ്പോൾ ഓൾറെഡി മാറിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എല്ലാം അവൈലബിൾ. ആപ്പിൽ തന്നെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ഉണ്ടല്ലേ? നിങ്ങൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഹിസ്റ്ററി എടുക്കാൻ പോലും ഷോറൂമിൽ പോകണ്ട. അതുവരെ അതിനകത്ത് ഇവർ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 6,67,000 രൂപയാണ് ഇവിടുത്തെ പ്രൈസ്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 5,80,000 രൂപയ്ക്ക് വണ്ടി എടുക്കുക. 5,80,000 2020 മോഡൽ. 20 ലോ കിലോമീറ്റർ വണ്ടി 5,80,000. നിങ്ങളൊന്ന് നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ്, അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് അതാണ് പറയുന്നത്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയും കൂടെയാണ്. അത്യാവശ്യം ചെറിയ ഇടിക്കൊന്നും പറ്റൂല. പിന്നെ 2 എയർ ബാഗ്, സേഫ്റ്റി ഫീച്ചേഴ്സ് അതുകൊണ്ട്. എന്തായാലും നിങ്ങൾ നോക്കിക്കോ. 5,80,000 രൂപയ്ക്ക് 80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ. അത്യാവശ്യം ലോ ബഡ്ജറ്റില് പഴയ ഷേപ്പിലുള്ള ഒരു പെട്രോൾ നെക്സോൺ അല്ലേ? ശരിക്കും ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റിൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2018 മോഡൽ ടാറ്റ നെക്സോൺ ആണ്. XM പെട്രോൾ ആണ്. മിഡ് വേരിയന്റ് ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. ഇത് മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ അലോയ് വീൽസ് സംഭവങ്ങൾ ഇല്ലാന്നേ ഉള്ളൂ. ബാക്കി ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഫോർ ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മെട്രോ അഡ്ജസ്റ്റ്മെന്റ്, എന്തെങ്കിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടിയാണ്. 65,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. XM പെട്രോൾ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. മാനുവൽ ആണ് വണ്ടി വരുന്നത്.
പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം ഉണ്ട് കേട്ടോ, എല്ലാം വരുന്നുണ്ട്. പിന്നെ ഡ്രൈവിംഗ് മോഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, എക്കോ മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയും കൂടി. പിന്നെന്താ, അതായത് പിന്നെ എന്താ പറയാ, 4 വീൽ ഡ്രൈവ് ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഇതിലെങ്കിലും ഓഫ് റോഡ് ഉറപ്പായിട്ടും എന്തായാലും പോവാം. പിന്നെ ഇതിനകത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ്. ഒരു 12 മുതൽ 15 വരെ മൈലേജ് കിട്ടും. പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് വളരെ വളരെ കുറവാണ് കേട്ടോ. നിങ്ങൾക്കൊരു എന്താ പറയുക വലിയ, അതായത് കാര്യമായ ഓട്ടമൊന്നും ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡീസൽ ബ്രസ അല്ലെങ്കിൽ പെട്രോൾ ബ്രസ ആ ഒരു സീരീസിൽ, ഇതിൻ്റെ സീരീസിൽ വരുന്ന വണ്ടികളെല്ലാം ഏകദേശം സെയിം മൈലേജ് ഒക്കെയാണ് അല്ലേ. 12, 15 ആ ഒരു ഹൈവേയിലൊക്കെ ഒരു 16, 17 അത്രയൊക്കെ തന്നെ മാക്സിമം കിട്ടുള്ളൂ. ഇത് ശരിക്കും നമുക്ക് ഇപ്പോൾ എത്ര പ്രൈസ് വരുന്നത്? ഇതിൻ്റെ ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് 6,14,000 രൂപയാണ്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 5,45,000 വണ്ടി എടുക്കാം, 5,45,000 വണ്ടി എടുക്കാം. 5,45 മതി അല്ലേ? അതെ അതെ. മോഡൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? മോഡൽ 2018 മോഡൽ. 18 മോഡൽ 5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി എടുക്കാം, 5,45,000 ഈ വണ്ടി കൊണ്ടുപോകാം. അതിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രൈസ് നമ്മൾ ചെയ്തുതരാം. രോഹിതിനെ കോൺടാക്ട് ചെയ്തോ, നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നെങ്കിൽ, നമ്മുടെ റീൽ കണ്ടിട്ടാണ് വരുന്നെങ്കിൽ എന്താണെങ്കിലും പറഞ്ഞാൽ മതി, അതിന്റെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും. 5,45 ഈ സാധനം മുതലാണ്, ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. നല്ലൊരു പെട്രോൾ വണ്ടി ഹോണ്ട ജാസ്, അതും ഒരു വെറൈറ്റി കളർ, ഓറഞ്ച് കളറുള്ള ഒരു വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതാ മോഡൽ? ഇത് 2015 മോഡല് ഹോണ്ട ജാസ് ആണ്. 15 മോഡൽ ജാസ് ആണ്. അതെ, 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന ഐവി ടെക് വേരിയന്റ് ആണ്. പെട്രോൾ വണ്ടിയാണ്. വി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. മാനുവൽ ആണ് വരുന്നത്. വണ്ടി 97,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 97 ഓടിയിട്ടുണ്ടെങ്കിലും 97 ഓടിയതിൻ്റെതായിട്ടുള്ള ഒരു പഴക്കമോ ഒന്നും ഇല്ലാത്തൊരു ക്ലീൻ വണ്ടിയാണ്. 4 ടയർ പുത്തൻ ടയർ നല്ലോണം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓണർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, പെട്രോൾ ആണ് വരുന്നത്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ പ്രശ്നമൊന്നും ഇല്ല. ഇംപെർഫെക്ഷൻസ് പറയുവാണെങ്കിൽ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് മാത്രമേ പറയുന്നുള്ളൂ. അത് മാത്രമല്ല കോ ഡ്രൈവർ സീറ്റിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് സീറ്റിന്റെ അവിടെയും കീറിയിട്ടുണ്ട്. വേറെ മേജർ സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ്. എന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് 6 ലക്ഷമാണ്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് 5,10,000 രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകും, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകും. 1 ലക്ഷം ഓഫ് കൊടുക്കും. 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം, അതും ഫുൾ ഓണില്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഫുൾ ഓൺ എന്ന് പറയാത്തത്, ഇവിടെ കിടക്കുന്ന 250 വണ്ടിയും നിങ്ങൾക്ക് ഫുൾ ഓണിൽ എടുക്കാം. അതുകൊണ്ടാണ്. അത് മാത്രമല്ല Car24ന്റെ വക നിങ്ങൾക്ക് ലോണും ചെയ്തു തരും. ലോൺ ചെയ്യാൻ ഇനി എന്താ പറയുക, എന്റെ വണ്ടികളെല്ലാം വേറെ ഒരുത്തിന്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞാല്, ഇവരുടെ മറ്റേ വണ്ടികൾക്ക് ലോൺ ചെയ്യാൻ വേറെ ഒരുത്തിന്റെ സഹായം വേണ്ട, ഇവർക്ക് ഇവരുടെ തന്നെ ബ്രാൻഡിൽ ലോൺ Car24ന്റെ ഫിനാൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ബജാജ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതുമല്ല നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഫിനാൻസ്, നമ്മുടെ റിജക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഫിനാൻസ് നോക്കാം. അങ്ങനെ നോക്കാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഇതുപോലത്തെ ഒരു പെട്രോൾ വണ്ടി ഇവിടുന്ന് എടുക്കുകയാണ്, ഓഫ് കോഴ്സ് ഇതിന് കുറച്ച് മൈലേജ് കുറവായിരിക്കും. നിങ്ങൾക്ക് ഇതിലൊരു CNG ആഡ് ചെയ്ത് തരണമെങ്കിൽ ഇവരുടെ ഉത്തരവാദിത്തത്തിൽ വിത്ത് ഗ്യാരണ്ടി CNG ചെയ്ത് തരാം. നമ്മൾ ഇവിടെയുള്ള എല്ലാ പെട്രോൾ വണ്ടികൾക്കും നമ്മൾ CNG ചെയ്ത് കൊടുക്കും. നമ്മുടെ പുതിയൊരു സ്കീമാണത്. CNG കിറ്റ് നമ്മൾ എല്ലാ വണ്ടികൾക്കും ചെയ്ത് കൊടുക്കുന്നത്. കാശ് കൊടുക്കണം, ഓഫർ ഒന്നും അല്ലേ. പിന്നെ ഇത് എന്ത് വില വരും അതിന്? CNG-യുടെ എനിക്കൊന്നൊരു 50 രൂപയെങ്കിലും വരും. 50 രൂപയെങ്കിലും CNG ഡിഫറൻസ് ഉണ്ടാവും. കൂടിയൊന്നൊരു 50 രൂപയെങ്കിലും ഓരോ വണ്ടികൾക്കും മാറ്റം വരും. അതെ അതെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു. എന്തായാലും അതും ഇവരുടെ അടുത്ത് ഉണ്ടെന്നൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള നല്ല അടിപൊളി ഒരു റെഡ് കളർ ബലേനയും കൂടി കാണിച്ചു തരാം. അൽഫയാണ്. ഏതാ മോഡല്? ഇത് 2016 മോഡലാണ്. 16 ആണ്. 16 മോഡൽ ബലേനോ. എത്ര ഓടിയിട്ടുണ്ട് ഓട്ടം? ഇത് 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 16 ശരിക്കും 62,000 ജെനുവിൻ ആണല്ലോ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ മീറ്റർ ടാമ്പേഡോ ഫ്രണ്ട് വണ്ടികളോ ഒന്നുമല്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ആൽഫയാണ് വരുന്നത്. നല്ല അടിപൊളി ഇന്റീരിയർ, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. വേറെ കുഴപ്പമില്ല. പക്ക ഫ്രഷ്നെസ്. ആ വാതിൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. നീറ്റ് കാർ ആണെന്ന് തന്നെ പറയാം. വേറെ കുഴപ്പം വണ്ടിയിൽ വരുന്നില്ല. ഇതിന്റെ ആൽഫ പെട്രോൾ ആണ്. 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. മാനുവൽ ആണ് വണ്ടി വരുന്നത്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് വരുന്നത് 6 ലക്ഷം രൂപയ്ക്ക് വണ്ടിയുണ്ട്. 6 ലക്ഷം രൂപ. അത് എനിക്കൊന്നും ഓഫർ ഇല്ലാത്ത റേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓഫർ ഇല്ലാത്ത റേറ്റ് ആണ് ഈ 6 ലക്ഷം എന്ന് പറയുന്നത്. ഇതിപ്പോ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇന്നലെയോ മിനിഞ്ഞാന്നോ കയറിയതുള്ളൂ. ഇതിന്റെ ഓഫർ പ്രൈസ് പയ്യെ ലിസ്റ്റ് ആവും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവരുടെ ആപ്പിൽ ഒന്ന് കയറിയിട്ട് ഇതിന്റെ നമ്പർ അടിച്ച് നിങ്ങൾ നോക്കിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു പ്രൈസിൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഒരു അൽഫ വേരിയന്റിലുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, പെട്രോൾ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഗണറും കൂടി കാണിച്ചു തരാം. നമ്മുടെ Car24ന്റെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ്. ഏകദേശം ഇരുടായി തുടങ്ങി, അതുകൊണ്ടാണ് ഇതിൽ അവസാനിപ്പിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇവിടുത്തെ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വണ്ടികളെല്ലാം നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. അതിലുപരി ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോ. നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പറും കൂടെ ഉണ്ടാവും. അത് എന്റെ നമ്പറാണ്. എന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞുതരും. ഇനിയിപ്പോൾ ഇത് ഏതാ മോഡൽ? ഇതെന്ന് പറയുമ്പോൾ
ഇത് 2014 മോഡൽ വാഗനാറാണ്. 14 LXi ആണ് പറഞ്ഞത്. ബേസ് മോഡലാണ്. ബേസ് മോഡലാണ് LXi ആണ്. പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. അതെ അതെ അതെ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 87,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ക്ലീൻ വണ്ടിയാണ്. ഫ്ലഡ് വണ്ടി ഒന്നും അല്ല വരുന്നത്. ഇത് 87,000 ഓടിയിട്ടുണ്ട്. LXi ആണ്. ബേസ് വേരിയന്റ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 3,78,000 രൂപയാണ് ഇവിടുത്തെ കമ്പനി പ്രൈസ്. 3,78,000. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 3,40,000 വണ്ടി കൊടുക്കുക. 3,40,000 രൂപയ്ക്ക് വണ്ടി എടുക്കുക. സീറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ സീറ്റ് ഒക്കെയാണ് വരുന്നത്. 70% ടയറും ഉണ്ട്. ടയറും വരുന്നുണ്ട്. അതെ, ടയർ ലൈഫ് 70%-ഓളം വരുന്നുണ്ട്. എന്തായാലും മോശമില്ലാത്ത ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു വണ്ടി. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. Car24 അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സമയം കാണിച്ച വണ്ടികളിൽ ഏതെങ്കിലും വണ്ടികളുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഒന്നെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ കാണിക്കാത്തതിലുപരി ബാക്കി ഏകദേശം ഒരു 250 വണ്ടിയിനകത്ത് വേറെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നമുക്ക് പുതിയ കാറുകളെല്ലാം കയറിയിട്ടുണ്ട്. ഇപ്പൊ 2 എർട്ടിഗ ഒക്കെ കയറിയിട്ടുണ്ട്. എർട്ടിഗ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. വേണ്ട, ഇവരെ വിളിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇനി ഇവര് ഫോൺ എടുക്കണം, ഇവര് പിന്നെ അത് അയച്ചു തരണം, എല്ലാം ചൊറയാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോ. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വേറൊരു പ്രശ്നം ആൾക്കാർ ഫേസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, NRIസിന് ആപ്പും സൈറ്റും അവൈലബിൾ ആയിരിക്കില്ല. അതെ, UAE-ലും അതായത് ഇന്ത്യയുടെ പുറത്തുള്ളവർക്ക് ആപ്പും സൈറ്റും കാണത്തില്ല. UAE-ലെ മാത്രമേ കാണത്തുള്ളൂ. നാട്ടിലുള്ളവർക്ക് മാത്രമേ നമ്മുടെ ആപ്പ് കാണാൻ പറ്റുള്ളൂ, ആപ്പും സൈറ്റും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതല്ല കാണണമെങ്കിൽ അവർ VPN ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം NRI കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എല്ലാം അയച്ചു കൊടുക്കാം. ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. VPN ഒക്കെ ഇട്ടാൽ കിട്ടും കേട്ടോ. VPN ഒക്കെ ഇടുന്നവർ പലരും ഉണ്ട്. സ്വാഭാവികം. VPN ഇല്ലാതെ ആരും കാണൂലല്ലോ. എന്തായാലും VPN ഒക്കെ ഇട്ടിട്ട് എന്തായാലും അതൊക്കെ ഒന്ന് ഇട്ട് നോക്കിക്കോട്ടെ. അപ്പം എന്തായാലും നല്ല നല്ല വണ്ടികൾ വേണ്ടവർ മിസ് ചെയ്യണ്ട, കോൺടാക്ട് ചെയ്തോ. നല്ല വണ്ടി എടുക്കാൻ ഇവർ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് നല്ല വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. കാണുന്നവരൊക്കെ എന്തായാലും കോൺടാക്ട് ചെയ്തോ. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും